ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മൾ രാവിലെ എഴുന്നേറ്റു. അപ്പോൾ വെളി വന്നപ്പോഴത്തേക്ക് ചേട്ടൻ പണിക്ക് വന്നിറങ്ങി കഴിഞ്ഞായിരുന്നു. അപ്പോൾ അവനങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മാമി ചൂട് ദോശയും ചമ്മന്തി ഉണ്ടാക്കി തന്നു. അങ്ങനെ അവിടെ ഇരുന്നൊരു 3-4 തോന്നുന്നു, ഓർമ്മയില്ല. അങ്ങനെ കുറച്ച് ചട്നി ഫുള്ള് ഞാൻ തീർത്തു. മാമി അങ്ങനെ അവസാനം മുളക് ചമ്മന്തിയൊക്കെ വെച്ചാണ് കഴിച്ചത്. അതെല്ലാം കഴിച്ചു കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ റെഡിയായി. ഞാനും മാമിയും കൂടെ ഒന്ന് ഓച്ചോടെ പോവാണ്. അപ്പം ഞാനും മാമിയും കൂടെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. മാമി ഇതൊരു അമ്പലത്തിൽ വന്നില്ല, 2 ദിവസമായിട്ട് വന്നിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ മാമി വൃക്ഷോത്സവം കാണിക്കാൻ കൊണ്ടുപോവുക. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. മഴയൊന്നും ഇല്ലാത്തൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ഒരുപാട് പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ വർക്ക് കഴിഞ്ഞ് എല്ലാവരും എത്തുമായിരുന്നു. പിന്നെ റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വള്ളവും തൊട്ടിയാട്ടവും മരണക്കിണറൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ പിള്ളേരുടെ കുറേ റൈഡുണ്ട്. അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കയറാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവർ കയറ്റത്തില്ല. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് അവനെ കണ്ടോ, എൻ്റെ ചേട്ടൻ്റെ കുഞ്ഞാണ്. ചേട്ടന് വൈഫ്, മൂത്താൾ, ഇത് ഇളയാളാണ്. വീട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് അവനാണെങ്കിൽ വീട്ടിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടെ ദീപാരാധന നടക്കുമായിരുന്നു. അതൊക്കെ കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ, മാമി, അമ്മയുടെ ചേച്ചിയമ്മ, അനിയത്തിയും കൂടി ജസ്റ്റ് ഒന്ന് കറങ്ങി. ആ കാണിച്ച അച്ഛനാണ്. അവിടെ കിടക്കുന്നത് ഞങ്ങളുടെ ശങ്കൂട്ടനാണ്. കാളയാണ്, ഞങ്ങൾ ശങ്കു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവനുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ് ഉള്ളത്. കുറച്ച് നാളായി ഞങ്ങൾ കണ്ടിട്ട്. 10th വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. +1 +2 വേറെ പോയി. പിന്നെ ഞങ്ങളുടെ ഒരു ചേട്ടനെ കണ്ടു. പിന്നെ അവിടെ എല്ലാം കഴിഞ്ഞു. ഒന്ന് കറങ്ങിയൊക്കെ നടന്നിട്ട് ഞാനും മാമിയും കൂടെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. പോകുന്ന വഴിയും നല്ല തിരക്കായപ്പോഴത്തേക്ക്, ഇപ്പോൾ നൈറ്റ് ആവുന്നതനുസരിച്ച് ആൾക്കാരിങ്ങനെ വരുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളും ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു റെഡ് ഹാറ്റെങ്കിലും കമൻറ്റ്